Hello everyone. Welcome to Inside Research Analytics Weekly Market Report. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2026 ജൂൺ 1 മുതൽ 5 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി വലിയ ചാഞ്ചാട്ടങ്ങൾക്കൊടുവിൽ നേരിയ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സെൻസസും നിഫ്റ്റിയും ആഴ്ചയിലുടനീളം പലതവണ ഉയർച്ചയും താഴ്ചയും അനുഭവപ്പെട്ടെങ്കിലും അവസാനം നിക്ഷേപകരുടെ ജാഗ്രതയേറിയ സമീപനം വിപണിയെ സമ്മർദ്ദത്തിലാക്കി. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ യുദ്ധ സാഹചര്യങ്ങൾ, ആഗോള വ്യാപാര അനിശ്ചിതത്വങ്ങൾ, അമേരിക്കയുടെ പുതിയ താരിഫ് നിർദ്ദേശങ്ങൾ, ഉയർന്ന ക്രൂഡ് ഓയിലിന്റെ വില, രൂപയുടെ ദൗർബല്യം തുടങ്ങിയ ഘടകങ്ങൾ വിപണിയെ ബാധിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യയുടെ GDP വളർച്ച, മികച്ച GST വരുമാനം, ശക്തമായ PMI ഡേറ്റ, വ്യവസായ ഉൽപാദന വളർച്ച എന്നിവ വിപണിക്ക് കരുത്ത് നൽകി. പ്രധാന ഇൻഡെക്സുകൾ നഷ്ടം രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഓഹരികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ശ്രദ്ധേയമാണ്. അതിനാൽ വിപണി പൂർണ്ണമായും നെഗറ്റീവ് ആയിരുന്നില്ലെങ്കിലും നിക്ഷേപകർ ഇപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ട മേഖലയിൽ അവസരങ്ങൾ കണ്ടെത്തുന്നുവെന്നതിന്റെ തെളിവാണിത്. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയുടെ ശക്തി വിപണിക്ക് പിന്തുണയായെങ്കിലും ആഗോള അനിശ്ചിതത്വങ്ങൾ കാരണം വലിയ റാലി ഉണ്ടാകാൻ സാധിച്ചില്ല. ഈ ആഴ്ച നിക്ഷേപകരുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ സംഭവം റിസർവ് ബാങ്കിന്റെ ധനനയ പ്രഖ്യാപനമായിരുന്നു. ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള PMC റിപ്പോ നിരക്ക് 5.25% തന്നെ നിലനിർത്താൻ തീരുമാനിച്ചു. എന്നാൽ ഇതോടൊപ്പം തന്നെ RBI നൽകിയ മുന്നറിയിപ്പുകളാണ് വിപണി ആശങ്കപ്പെടുത്തിയത്. FY27 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ പ്രവചനം 6.9%-ൽ നിന്ന് 6.6% ആയി കുറച്ചപ്പോൾ പണപ്പെരുപ്പ പ്രവചനം 4.6%-ൽ നിന്ന് 5.1%-ആയി ഉയർന്നു. ഉയർന്ന ഊർജ്ജ വില, സപ്ലൈ ചെയിൻ പ്രശ്നങ്ങൾ, എൽ നീനോ പ്രതിഭാസം മൂലമുള്ള മഴക്കുറവ് എന്നിവയെല്ലാം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയായെന്നാണ് RBI വ്യക്തമാക്കിയത്. എന്നിരുന്നാലും സ്വകാര്യ ഉപഭോഗം, നിക്ഷേപ പ്രവർത്തനങ്ങൾ, സേവന മേഖലയുടെ കയറ്റുമതി, ആഭ്യന്തര ആവശ്യകത എന്നിവ ഇപ്പോഴും ശക്തമാണെന്ന് RBI ചൂണ്ടിക്കാട്ടി. അതിനാൽ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ നിലവിലെ നിലപാട് തുടരാനാണ് തീരുമാനം. ഇത് ബാങ്കിംഗ്, ഹൗസിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയ ആഘാതം ഉണ്ടാക്കാതിരിക്കാൻ സഹായിച്ചെങ്കിലും ഉയർന്ന ഇൻഫ്ലേഷൻ മുന്നറിയിപ്പ് വിപണിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ആഗോള വെല്ലുവിളിക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ പ്രകടനം തുടരുന്നുവെന്നാണ് ഈ ഒരാഴ്ച പുറത്തുവന്ന സാമ്പത്തിക കണക്കുകളുടെ പ്രധാന സന്ദേശം. 2025-26 സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യയുടെ GDP വളർച്ച 7.7% ഉയർന്നു. മുൻ വർഷത്തെ 7.1%-നേക്കാൾ മികച്ച പ്രകടനമാണിത്. മാർച്ച് ക്വാർട്ടറിൽ മാത്രം GDP വളർച്ച 7.8% രേഖപ്പെടുത്തിയിട്ടുണ്ട്. GST വരുമാനം 1.94 lakh crore രൂപ കടന്നതും ഉപഭോഗവും ബിസിനസ് പ്രവർത്തനങ്ങളും ശക്തമാണെന്നതിന്റെ സൂചനയാണ്. HSBC മാനുഫാക്ചറിംഗ് PMI 55 ആയി ഉയർന്നതും സർവീസ് PMI 59.8 എന്ന ശക്തമായ നിലയിലെത്തിയിട്ടുണ്ട്. സേവന മേഖലയിൽ വിദേശ ആവശ്യകത വർദ്ധിച്ചതും പുതിയ ഓർഡറുകൾ ഉയർന്നതും ഇന്ത്യൻ കമ്പനികൾക്ക് ഗുണകരമായി. വ്യവസായ ഉൽപാദന സൂചികയായ IIP ഏപ്രിൽ 4.9% വളർച്ച രേഖപ്പെടുത്തി. നിർമ്മാണ മേഖലയിൽ 6.2% വളർച്ചയും വൈദ്യുതി, ജലവിതരണ മേഖലയിൽ മികച്ച പ്രകടനവും ഉണ്ടായിട്ടുണ്ട്. കൂടാതെ വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി സർക്കാർ പ്രഖ്യാപിച്ച നികുതി ഇളവുകളും സർക്കാർ ബോണ്ടുകളിലേക്കുള്ള പ്രധാന സൗകര്യങ്ങളും ഇന്ത്യൻ മൂലധന വിപണിക്ക് ദീർഘകാല നേട്ടങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ ഒന്നാണ് അമേരിക്ക മുന്നോട്ട് വെച്ച പുതിയ ഇറക്കുമതി താരിഫ് നിർദ്ദേശം. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങൾക്കാണ് അധിക തിരിവ് ചുമത്താൻ അമേരിക്ക നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് 12.5% അധിക താരിഫ് ബാധകമാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അലുമിനിയം, അരി, മത്സ്യ ഉൽപ്പന്നങ്ങൾ, കാപ്പി തുടങ്ങിയ നിരവധി മേഖലയിൽ ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഇന്ത്യ ഈ ഒരു ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും വരും മാസങ്ങളിൽ ഇന്ത്യ-അമേരിക്ക വ്യാപാര ബന്ധം വിപണിയുടെ ശ്രദ്ധാ കേന്ദ്രമാകും. ഇതിനു പുറമെ മിഡിൽ ഈസ്റ്റ് സംഘർഷം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഉയർന്ന ഇന്ധന വിലയും ഗതാഗത ചെലവും ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ വിമാന കമ്പനികൾക്ക് ആശ്വാസം നൽകുന്നതിനായി 10,000 കോടി രൂപയുടെ പ്രത്യേക ധനസഹായ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എയർ ടർബൈൻ ഫ്യൂവൽ വില നിയന്ത്രിക്കാൻ എടുത്ത ഈ ഒരു നടപടി വ്യോമസേന മേഖലയ്ക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. അതിനാൽ യുദ്ധ സാഹചര്യത്തിന്റെ ആഘാതം കുറയ്ക്കാൻ ഇന്ത്യ വിവിധ മേഖലയിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആഗോള വിപണിയിൽ ഈ ഒരാഴ്ച മിക്സ്ഡ് സൂചനകളാണ് ലഭിക്കുന്നത്. ചൈനയിൽ നിർമ്മാണ മേഖല പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച വളർച്ച കാഴ്ചവെച്ചപ്പോൾ യൂറോസോൺ സമ്പദ് വ്യവസ്ഥ ആദ്യമായി 2 വർഷത്തിനിടങ്ങെ താഴെപ്പോയി.
യൂറോ മേഖലയിലെ ഇൻഫ്ലേഷൻ 3.2% ഉയർന്നതോടെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന് കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഓസ്ട്രേലിയയുടെ സാമ്പത്തിക വളർച്ചയും പ്രതീക്ഷിച്ചതിനേക്കാൾ താഴെയായിരുന്നു. അമേരിക്കയിൽ തൊഴിൽ മേഖല ഇപ്പോഴും ശക്തമാണെങ്കിലും വളർച്ചയുടെ വേഗത കുറയുന്നതിന്റെ സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം ചേർന്ന് ആഗോള നിക്ഷേപകർ കൂടുതൽ ജാഗ്രതയോടെ നീങ്ങുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. എന്നിരുന്നാലും ഇന്ത്യയുടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ വളർച്ചയെ മുന്നോട്ട് പോകുന്നുവെന്ന് തുടരുകയാണ്. അടുത്ത ആഴ്ചകളിൽ ക്രൂഡ് ഓയിലിന്റെ വില, അമേരിക്കയുടെ താരിഫ് തീരുമാനം, മൺസൂൺ പുരോഗതി, കമ്പനികളുടെ റിസൾട്ടുകൾ എന്നിവ ഇന്ത്യൻ വിപണിയുടെ ദിശ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായി മാറും. കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിനും ആഴത്തിലുള്ള സാമ്പത്തിക വിശകലനത്തിനും ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.